പ്ലസ് ടുവിനൊപ്പം ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സിലൂടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ അബിയ നീറ്റ് 2025 MBBS സീറ്റ് നേടിയ റിയൽ സ്റ്റോറി. അതെ, വെറും 5 മാസം കൊണ്ട് ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സിലെ പരിശീലനത്തിലൂടെ അബിയ നേടിയെടുത്തത് സ്വപ്നതുല്യമായ MBBS സീറ്റാണ്. ഉറപ്പായിട്ടും ഈ ക്രാഷ് കൊണ്ട് മാത്രം നീറ്റ് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയായിരുന്നു ആദ്യം അങ്ങനെ ചിന്തിച്ചത്. പിന്നെ രണ്ടും കൽപ്പിച്ച് ക്രാഷിന് ജോയിൻ ചെയ്തു, മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചു. ആൻഡ് ഇപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടി. ഇപ്പൊ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന മെഡിക്കൽ കോളേജിലൂടെ വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു. ഇപ്പൊ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് തിരുവണ്ണാമല മെഡിക്കൽ കോളേജ്. പ്ലസ് 2 ബോർഡ് എക്സാമിനും നീറ്റ് 2025 ഒന്നിച്ച് തയ്യാറെടുക്കണോ എന്നത് പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്. പലരും ബോർഡ് എക്സാമിന് ശേഷം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തപ്പോൾ അബിയ 2025 ക്രാഷ് കോഴ്സിലെ ജനുവരി ബാച്ചിലൂടെ ബ്രില്യന്റിന്റെ ഭാഗമായി. ഏറ്റവും അധികം റിസൾട്ടുകളുള്ള ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക എന്ന തീരുമാനമായിരുന്നു അബിയയുടെ ലൈഫിനെ മാറ്റിമറിച്ചത്. ക്രാഷ് കോഴ്സ് ശരിക്കും ക്രാഷ് പോലെ തന്നെയായിരുന്നു. പെട്ടെന്ന് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു. ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തപ്പം കുറേ ടോപ്പിക്സ് ഉണ്ട്. അതിന്റെ വീഡിയോ ക്ലാസ്സസ്, നല്ല എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അബിയയുടെ മാതാപിതാക്കൾക്കും ബ്രില്യന്റിന്റെ ക്രാഷ് പ്രോഗ്രാമിനെ കുറിച്ചും മകൾ നേടിയ ഈ വലിയ വിജയത്തെക്കുറിച്ചും കുറേയധികം പറയാനുണ്ട്. ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രമാണ് ഈ ഒരു അച്ചീവ്മെന്റ് നേടാൻ പറ്റിയത്. അത് 100% പിന്നെ സത്യം തന്നെയാണ്. എന്തുമാത്രം ഹാർഡ് വർക്ക് കുട്ടി ചെയ്തെന്ന് പറഞ്ഞാലും ഇപ്പം ഞങ്ങൾ അതിനകത്ത് അതെ പേരൻസ് എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടി ബ്രില്യൻസ് അവർക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. 2025 നീറ്റ് എക്സാം ഹാളിൽ നേരിട്ട ഒരു ചെറിയ പ്രതിസന്ധിയും ഈ വിദ്യാർത്ഥിയെ തളർത്തിയില്ല. അത് ബ്രില്യന്റിലെ ഓഫ്ലൈൻ മോഡൽ എക്സാമിലൂടെ നേടിയ അബിയയുടെ ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ വൈകി, അത് പൊട്ടിക്കാൻ വൈകി, അങ്ങനെ OMR ഫില്ല് ചെയ്യുന്നത് 2 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് റോൾ നമ്പർ ഫില്ല് ചെയ്യാൻ തന്നത്. ഓൾറെഡി എക്സാം ഹാളിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ സാധാരണ ഒരു എക്സാം ആണ് എന്ന വിചാരത്തിൽ ഭയങ്കര കൂളായിട്ട് തന്നെ എക്സാം എഴുതി. ഒത്തിരി ടെൻസ്ഡ് ആയിരുന്നില്ല. കാരണം ക്രാഷ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ടെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന ആ ഒരു ഓപ്ഷൻ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. ജനുവരി ബാച്ചിൽ തന്നെ ക്രാഷ് കോഴ്സിലൂടെ ബ്രില്യന്റിന്റെ ഭാഗമായ അബിയയ്ക്ക് ബോർഡ് എക്സാമിൽ ഉന്നത വിജയം. ഒപ്പം നീറ്റ് 2025 ഒരു MBBS സീറ്റ്. വെല്ലുവിളികളെ അതിജീവിച്ച അബിയയ്ക്ക് ഇത് ആത്മവിശ്വാസത്തിന്റെ വിജയമാണ്. ഹായ് ഓൾ, നീറ്റ് 2026 ഇനി 5 മാസം മാത്രമേ ഉള്ളൂ. ഈ ഒരു 5 മാസം കൊണ്ട് നീറ്റിന് തയ്യാറെടുത്താൽ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം പ്ലസ് 2 പഠിക്കുന്ന സയൻസ് സ്ട്രീമിലുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഇന്ന് കൃത്യമായ മറുപടി നൽകാൻ 2025 ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് തൻ്റെ MBBS സീറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ സാധ്യമാക്കിയ ഒരു മിടുക്കി വിദ്യാർത്ഥിനി നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ക്രാഷ് കോഴ്സിലൂടെ വിജയം നേടിയതെന്നും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് ബ്രില്യൻ്റ് തന്നെ എങ്ങനെയാണ് ചൂസ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ മോളിന്ന് നമ്മളോട് പങ്കുവെക്കും. ആദ്യം മോളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുമോ? എന്റെ പേര് അബിയ മരിയ ബിജ്ലി. ഞാനിവിടെ കോട്ടയത്തെ ഏറ്റുമാനൂർ തന്നെയാണ് വീട്. ഇപ്പൊ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന മെഡിക്കൽ കോളേജിലൂടെ വളരെ അഭിമാനത്തോടുകൂടി പറഞ്ഞു. ഇപ്പൊ എനിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് തിരുവണ്ണാമല മെഡിക്കൽ കോളേജ്, തമിഴ്നാടുള്ള തിരുവണ്ണാമല മെഡിക്കൽ കോളേജിലാണ്. ഓക്കെ മോളെ, ഞാനൊരു ഇൻട്രോ പറഞ്ഞിരുന്നു. അതായത് 5 മാസം കൊണ്ട് നീറ്റ് നേടിയെടുക്കുക. നമുക്കറിയാം ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സ് ആവട്ടെ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആവട്ടെ, റിപ്പീറ്റർ പ്രോഗ്രാം ആവട്ടെ, എല്ലാ പ്രോഗ്രാമുകളിലും റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് മോള് കടന്നു വരുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുമായിട്ടായിരിക്കാം മോള് കടന്നു വന്നിരിക്കുക അല്ലേ? അപ്പോൾ ആദ്യം മോളുടെ മനസ്സിൽ വന്ന സംശയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉറപ്പായിട്ടും ഈ ക്രാഷ് കൊണ്ട് മാത്രം നീറ്റ് എഴുതിയെടുക്കാൻ പറ്റുമെന്ന് തന്നെയായിരുന്നു ആദ്യം അങ്ങനെ ചിന്തിച്ചത്. പിന്നെ രണ്ടും കൽപ്പിച്ച് ക്രാഷിന് ജോയിൻ ചെയ്തു, മാക്സിമം എഫേർട്ട് ഇട്ട് പഠിച്ചു. ആൻഡ് ഇപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടി. ആ ഒരു സന്തോഷം മോളുടെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ അഭിമാനത്തോടു കൂടിയിട്ട് തന്നെയാണ് ഒരു ഗവൺമെന്റ് MBBS സീറ്റ് കരസ്ഥമാക്കിയെന്ന് മോള് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മോളെ, വൈ ബ്രില്യൻ്റ് എന്നൊരു ചോദ്യമുണ്ട്. അതായത് നമ്മുടെ മുൻപിലുള്ളത് പ്ലസ് 2 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുൻപിലുള്ളത് ഇനി 5 മാസമാണ്. മെയ് മാസം എക്സാം ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ 5 മാസം നമ്മൾ ഏറ്റവും അധികം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വേണം പഠിക്കാൻ. അവിടുത്തെ റിസോഴ്സസ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം, അവിടുത്തെ ഫെസിലിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ബ്രില്യൻ്റിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മോള് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ബ്രില്യൻറ്റും, പിന്നെ എന്തുകൊണ്ടാണ് മോള് ബ്രില്യൻറ്റ് ചൂസ് ചെയ്തതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? ബ്രില്യൻറ്റ് ചൂസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് ഡൗട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മുമ്പിൽ വന്ന ഓപ്ഷൻ ബ്രില്യൻറ്റ് തന്നെയായിരുന്നു. കാരണം ഏറ്റവും നല്ല ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ട്, നല്ല റിസോഴ്സസ്. അപ്പോൾ അതിലൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. ബ്രില്യൻറ്റ് തന്നെ ചൂസ് ചെയ്യാന്നുള്ളതായിരുന്നു എൻ്റെ ചോയ്സ്. മോളെ, 2025 നീറ്റ് എന്ന് പറയുന്നത് അതികഠിനമായിരുന്നു. അതികഠിനമായ നീറ്റ് എക്സാമിൽ
നല്ലൊരു സ്കോർ നേടി MBBS സീറ്റ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ്, അതും 5 മാസത്തെ പ്രിപ്പറേഷനിൽ ബ്രില്യൻറ്റിലെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട്. മോള് ആ ഒരു ക്രാഷ് കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തു. പിന്നീടുള്ള മോളുടെ പഠന രീതി എങ്ങനെയായിരുന്നു? ജാനുവരിയിലാണ് ഞാൻ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്തത്. അത് ഓൺലൈനായിട്ടായിരുന്നു. അപ്പം ആ ടൈമിൽ പബ്ലിക് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ആ മോഡലും അങ്ങനത്തെ കുറേ ഇതായിരുന്നു. അപ്പം സമയം കിട്ടുന്ന ടൈമിൽ ബ്രില്യൻറ്റിന്റെ ക്ലാസ്സസ് കാണും, ഓൺലൈനിൽ ക്ലാസ്സസ് കാണും. അതായത് മോള് +2 പഠിക്കുന്ന സമയത്ത് ബ്രില്യൻറ്റിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു ഓൺലൈനായിട്ട്. ആ ഒരു സമയത്താണ് മോൾക്ക് നമ്മുടെ +2 ബോർഡ് എക്സാമിനുള്ള പ്രിപ്പറേഷൻ നടക്കുന്നത്. യെസ്. അപ്പം ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് സമയം ഒഴിവ് കിട്ടുമ്പോൾ ഓൺലൈനായിട്ട് ക്ലാസ്സസ് കാണും. അത് +2 ക്ലാസ്സസ് മാത്രമേ എനിക്ക് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഓഫ്ലൈനായിട്ട് ക്രാഷിന് ജോയിൻ ചെയ്തു. മാന്നാനത്തെ സെൻറ്ററിലായിരുന്നു ക്രാഷിന് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു മാസം അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു. സോഷ്യൽ മീഡിയ ഒക്കെ ഫുള്ളി അവോയ്ഡ് ചെയ്ത് ആ ഒരു മാസം നന്നായിട്ട് കഷ്ടപ്പെട്ടു. ആ ഒരു മാസം ഫുള്ളി ഫോക്കസ്ഡ് നീറ്റിലായിരുന്നു. ഒരു മാസം നന്നായിട്ട് ഫോക്കസ് ചെയ്തു. അത് കഴിഞ്ഞ് എക്സാം എഴുതിയപ്പം എക്സാം ടഫാണോ അല്ലയോ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അധികം നമുക്കറിയത്തില്ല ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു, മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ എഴുതി. പക്ഷെ എന്നാലും ഇത് ടഫാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ആ ഒരു പോയിന്റ് വരെ എത്തിയില്ലായിരുന്നു. അപ്പം ഞാൻ സാധാരണ ഒരു എക്സാം ആണ് എന്ന വിചാരത്തിൽ ഭയങ്കര കൂളായിട്ട് തന്നെ എക്സാം എഴുതി. ഒത്തിരി ടെൻസ്ഡ് ആയിരുന്നില്ല. കാരണം ക്രാഷ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഒന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ടെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന ആ ഒരു ഓപ്ഷൻ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ടെൻസ്ഡ് ആയിരുന്നില്ല. ഈവൻ ദോ എക്സാം ടഫ് ആയിരുന്നെങ്കിലും ആ ഒരു ടെൻഷൻ മനസ്സിലോട്ട് വന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു കൂളായിട്ട് എക്സാം എഴുതിയതിന്റെ ബെനിഫിറ്റ് ഉറപ്പായിട്ടും ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, അതൊരു വലിയ പോയിന്റ് ആണ് കേട്ടോ. കാരണം 2025 നീറ്റ് എക്സാം വളരെ കൂളായിട്ട് എഴുതി എന്ന് പറയുന്ന ഒരു വളരെ റെയർ ആയിട്ടുള്ള വിദ്യാർത്ഥിനിയുള്ളൂ. അതിലൊരാളാണ് അബിയ. അപ്പോൾ തീർച്ചയായിട്ടും മോള് പറഞ്ഞ കൂട്ടത്തിൽ പരാമർശിച്ചൊരു കാര്യമുണ്ട്. അതായത് +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു, അതായത് +2ന്റെ ബോർഡ് എക്സാമിനൊപ്പമുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു ബ്രില്യൻറ്റിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, +2 ബോർഡ് എക്സാമിനും മോൾക്ക് ആ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് ഉപകാരപ്പെട്ടോ? ഉറപ്പായിട്ടും ഉപകാരപ്പെട്ടു. കാരണം ഞാൻ +2ന്റെ ക്ലാസ്സസ് ആയിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രില്യൻറ്റിലെ ക്രാഷ് കോഴ്സിൻ്റെ ആ വീഡിയോസിൻ്റെ അകത്തും. അതുകൊണ്ട് അത് കുറേ കൂടെ കാര്യങ്ങൾ ടോപ്പിക്സ് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റി. അത് കുറേ കൂടെ ഉപയോഗപ്പെട്ടു പബ്ലിക് എക്സാമിന്. പബ്ലിക് എക്സാമിൻ്റെ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും സ്റ്റിൽ ആ ഒരു പോർഷൻസ് ടോപ്പിക്സ് മനസ്സിലാക്കാനായിട്ട് കുറച്ചും കൂടെ പറ്റി. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും മോളുടെ സ്കൂൾ കാലഘട്ടം ഒക്കെ എവിടെയായിരുന്നു? മോള് സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു മോളുടെ ഒരു പെർഫോമൻസ് ഒക്കെ? ഞാൻ +1 +2 പഠിച്ചത് ഗവൺമെന്റ് സ്കൂളിലാണ്. മെഡിക്കൽ കോളേജ് അർപ്പുക്കര സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രില്യൻറ്റിന്റെ ക്രാഷ് കോഴ്സിന് ചേർന്നത്. അപ്പോൾ ഇതൊരു എടുത്തു പറയേണ്ട ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഒരു സാധാ ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് ഉയർന്ന സ്കോർ, ഒരുപാട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്ന ഒരു MBBS നേടിയ വിദ്യാർത്ഥിയാണ് അബിയ എന്ന് പറയുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ് മോളെ. എല്ലാവിധ ആശംസകളും മോൾക്ക് നേരുകയാണ് കേട്ടോ. കാരണം മോള് ശരിക്കും ഒരു ചെറിയ വിജയമല്ല നേടിയിരിക്കുന്ന, ഒരു വലിയ വിജയം, ഒരുപാട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്ന ഒരു വലിയ വിജയം നേടിയ ആളാണ്. മോളെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, ബ്രില്യൻറ്റിലെ മോഡൽ എക്സാം, എനിക്ക് തോന്നുന്നു മോള് ജാനുവരി മുതലാണ് ബ്രില്യൻറ്റിന്റെ ഭാഗമാവുന്നത്. അന്ന് ആ ഒരു സമയം മുതലേ തന്നെ നമുക്ക് മോഡൽ എക്സാംസുകൾ തുടങ്ങുകയാണ്. മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ? എല്ലാ മോഡൽ എക്സാംസും? ഞാൻ എല്ലാ മോഡൽ എക്സാംസും അറ്റൻഡ് ചെയ്തായിരുന്നു. എക്സാംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് മോഡൽ എക്സാംസ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു ജനുവരി മാസങ്ങളിലൊക്കെ ഓൺലൈനായിട്ടാണ് ബ്രില്യൻറ്റിന്റെ മോഡൽ എക്സാംസ് എഴുതുന്നത്. മോളും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? അതെ, ഓൺലൈൻ ആയിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഓഫ്ലൈൻ ആയിട്ട് ചെയ്തപ്പോൾ ഓഫ്ലൈൻ ആയിട്ട് ശരിക്കും OMR വെച്ച് നമ്മൾ മോഡൽ എക്സാംസ് എഴുതി. യെസ്. അപ്പോൾ അതാണ് അടുത്തൊരു ചോദ്യം. നമുക്കറിയാം ബ്രില്യൻറ്റിന്റെ ഒരു റാങ്ക് ലിസ്റ്റ് മോളപ്പായിരിക്കും ആദ്യമായിട്ട് കാണുക. ഒരുപാട് അല്ലേ, അതായത് 10,000-കണക്കിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിലൊരു ഇടം പിടിക്കണം എന്നൊക്കെ ഉള്ളത് മോളുടെ ഒരു വാശിയായിരുന്നിരിക്കും ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നൊരു വലിയ നേട്ടം മോള് കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഈ OMR-ലൊക്കെ പെൻ ആൻഡ് പേപ്പർ മോഡിൽ എക്സാം, റിയൽ നീറ്റ് എക്സാം ആംബിയൻസിലാണ് ബ്രില്യൻറ്റ് ശരിക്കും ഓഫ്ലൈൻ എക്സാം നടത്തുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ മോൾക്ക് എന്ത് തോന്നി, ആ റാങ്ക് ലിസ്റ്റും എക്സാം ആംബിയൻസും ഒക്കെ? ക്രാഷിന് ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം വീക്ക്ലി ആയിട്ട് കുറേ മോഡൽ എക്സാംസ് മോഡലല്ല ആ ചാപ്റ്റർ വൈസ് എക്സാംസ് നടത്തുമായിരുന്നു. അപ്പം അതിൽ അധികം പിള്ളേരില്ല, ക്രാഷിന് പഠിക്കുന്ന പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ അത്യാവശ്യം 2 ഡിജിറ്റ് റാങ്ക് ഒക്കെ കിട്ടുമായിരുന്നു. അപ്പം നല്ല സന്തോഷം
കിട്ടും. അത് കഴിഞ്ഞ് അവസാനം വരുമ്പോഴത്തേക്കും റിപ്പീറ്റേഴ്സ് എല്ലാവരും കൂടി ഉള്ള മോഡലാണ് ആ ഒരു ഏറ്റവും ലാസ്റ്റ് മോഡൽ എക്സാംസിൽ വരുന്നത്. അപ്പോഴൊക്കെ റാങ്ക് ഒക്കെ ഏറ്റവും പുറകിൽ തന്നെയാണ്. പക്ഷെ അന്നേരം നമുക്ക് എന്താണോ മിസ്റ്റേക്ക് പറ്റിയത് അത് ആ ക്വസ്റ്റ്യൻസ് മാറ്റി അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ ജസ്റ്റ് റാങ്ക് നോക്കുമ്പോൾ നമ്മൾ എന്തായാലും പുറകിലാണ്. കാരണം ഇത്രയും വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പം നമ്മുടെ റാങ്ക് പുറകോട്ട് വരും. പക്ഷെ അതിൽ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തൊക്കെയാണോ തെറ്റിപ്പോയത് അത് മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് അത് തെറ്റിയതെന്ന് മനസ്സിലാക്കുക, അത് തിരുത്തുക, നെക്സ്റ്റ് എക്സാമിന് ശരിയാക്കുക. അത്രയും പേരുടെ റാങ്ക് ലിസ്റ്റിൽ അത് റിപ്പീറ്റേഴ്സും എല്ലാവരും ഉള്ള ഒരു എക്സാംസ് ആയിരുന്നു അവസാനം മോഡൽ എക്സാം വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് മുന്നിലോട്ട് വരണമെന്ന് തന്നെയായിരുന്നു നമ്മുടെ ആഗ്രഹം. അപ്പം അതിനുവേണ്ടി കുറേയും കൂടെ ഹാർഡ് വർക്ക് ഇടാനും പിന്നെന്താ നന്നായിട്ടിരുന്ന് പഠിക്കാനും ടൈം കണ്ടെത്തി ഒരു വേറെ ആക്ടിവിറ്റീസിലൊന്നും പോവാതെ ഫുൾ പഠിക്കാൻ വേണ്ടി തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം മോളെ ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ബ്രില്യൻറ്റിലേക്ക് തിരികെ എത്തിയിട്ട് മോള് പറയുന്നത് ഈ ഒരു ക്രാഷ് കോഴ്സിന്റെ ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ മോളുടെ അഭിപ്രായത്തിൽ വളരെ ജെന്യൂൻ ആയിട്ട് പറയാം, ബ്രില്യൻറ്റിന്റെ ക്രാഷ് കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ക്രാഷ് കോഴ്സ് ശരിക്കും ക്രാഷ് പോലെ തന്നെയായിരുന്നു. പെട്ടെന്ന് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിലായിരുന്നു. ഓൺലൈനായിട്ട് ജോയിൻ ചെയ്തപ്പം കുറേ ടോപ്പിക്സ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ക്ലാസ്സസ്, നല്ല എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സസ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കണ്ടു തീർക്കാനുള്ള സമയമില്ല. ബട്ട് സ്റ്റിൽ അത് ലൈവായിട്ടും ലൈവ് സെഷനായിട്ടും ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ചുകൂടെ കൺസോളിഡേറ്റഡ് ആക്കിയിട്ട് അവർ കുറഞ്ഞ ടൈമിൽ എല്ലാ ടോപ്പിക്സും നമുക്ക് എത്തുന്ന രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഓഫ്ലൈൻ ചെന്നപ്പം എല്ലാ ചാപ്റ്റേഴ്സും അവർ വേഗം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒട്ടും സമയം കളയാതെ എല്ലാ ചാപ്റ്റേഴ്സും അവർ കവർ ചെയ്തു. അത് ശരിക്കും ഇച്ചിരി ഹെക്ടിക് ആയിരുന്നു. ഷെഡ്യൂൾ മൊത്തം ഇച്ചിരി ഹെക്ടിക് ആയിരുന്നു. ഹോളിഡേയ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അതിൻ്റെ എക്സാംസ് നമ്മൾ പഠിക്കുന്നു, അതിൻ്റെ എക്സാം എഴുതുന്നു, അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് കറക്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാനായിട്ട് പറ്റി. എല്ലാം അത്ര നന്നായിട്ട് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ഓവറോൾ കവർ ചെയ്യാനായിട്ട് പറ്റി. ഓക്കെ മോളെ, ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തത് മുതൽ മോൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കുമായിരുന്നു? അപ്പോൾ ഒരു 13-14 മണിക്കൂർ അത്രയും ടൈം ഒരു ദിവസം പഠിക്കുമായിരുന്നു. നമുക്ക് ചേരുന്ന രീതി ഏതാണോ ആ രീതി നമ്മൾ കണ്ടുപിടിച്ച് അതിലിരുന്ന് പഠിക്കുക. ഇപ്പം ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്ന ഒരാളല്ലെങ്കിൽ മോർണിംഗ് പഠിക്കാൻ ശ്രമിക്കുക. മോർണിംഗ് പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ലേറ്റ് നൈറ്റ് പഠിക്കുക. അത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിവേസ് മോള് ഇപ്പം ലക്ഷ്യം നേടി നല്ല മിടുക്കിയായിട്ട് സംസാരിച്ചു. ഇപ്പോൾ തിരുവണ്ണാമലയിലെ ഒരു MBBS വിദ്യാർത്ഥിനിയായിട്ട് ജോയിൻ ചെയ്തു. അവിടേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് മലയാളി വിദ്യാർത്ഥികളൊക്കെ ഇല്ലേ ഫസ്റ്റ് ഇയറിലെ? ഉണ്ട്. ഞങ്ങൾ 8 പേര് മലയാളീസ് ഉണ്ട്. അതിൽ 6 പേരും ബ്രില്യൻസ് തന്നെയാണ്. വലിയൊരു കാര്യമാണ്. യെസ്, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൗഡ് ബ്രില്യന്റിനാണ് അല്ലെ. അവിടെ ഒരുപാട് ഇപ്പൊ സീനിയേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് മലയാളീസ് ഉണ്ട് അവിടെ. അതിലും ബ്രില്യന്റിയൻസ് തന്നെ ഒരുപാട് പേരുണ്ട് അല്ലെ. യെസ്, അപ്പോൾ തീർച്ചയായിട്ടും മോളുടെ ഈ ഒരു വലിയ വിജയത്തില് ഒരുപാട് പങ്കുവഹിക്കുന്ന ആളുകളാണ് പേരൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോൾ ഈ ഒരു 5 മാസം കൃത്യമായിട്ട് ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ മോളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നത് പേരൻസ് തന്നെയാണ് അല്ലെ. ഇപ്പൊ ഈവൻ ബ്രില്യന്റിൽ ചെന്ന് പഠിക്കണം എന്നുള്ളൊരു സജഷൻ പോലും പറഞ്ഞത് ഒരു പക്ഷേ പേരൻസ് ആയിരിക്കണം. കാരണം നമുക്കറിയാം 41 വർഷത്തെ പരിശീലന പാരമ്പര്യമുണ്ട്. അതിലെ റിസൾട്ടുകൾ കേരളത്തിന് ഒന്നടങ്കം സാക്ഷിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പേരൻസിനെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ. അപ്പോൾ ഈ ഒരു വലിയ വിജയം നേടി, അതായത് ഒരു MBBS സീറ്റ് കരസ്ഥമാക്കി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അബിയോടൊപ്പം പ്രൗഡ് പേരൻസും ഉണ്ട്. സാർ ഒരുപാട് ലക്കിയാണ്. കാരണം +2 പഠിക്കുന്നു, അതിനുശേഷം ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ നല്ല സ്കോർ കരസ്ഥമാക്കാൻ മകൾക്ക് സാധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കിട്ടുന്നു. ഒരു അച്ഛനെയും അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണത്. അപ്പോൾ സാറിന് എന്താണ് ബ്രില്യൻ ഫാമിലിയോട് പറയാനുള്ളത്? മോളെ ബ്രില്യന്റിലേക്ക് നയിക്കുക എന്നുള്ളത് ആരുടെ ഒരു തീരുമാനമായിരുന്നു? ബ്രില്യൻ്റ് ആയിട്ട് നയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം. അതിനിപ്പോ ബ്രില്യൻ്റ് എന്നുള്ള ഒരു സ്ഥാപനം കൂടെ ഉണ്ടായപ്പോൾ അത് കൂടുതൽ ബ്രില്യൻ്റ് ആയി. ഓക്കെ, ബ്രില്യന്റിലൂടെ മോളുടെ സ്വപ്നം സാധ്യമാകുകയാണ്. അപ്പോൾ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു MBBS പോകണമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചോയ്സ് കൊടുത്തത് ഞങ്ങൾ പല സ്റ്റഡി നടത്തി അവൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് എവിടെ പോകണം, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലാണ് നല്ലത് എന്നുള്ളതിനെ പറ്റി ഈ +1 മുതലേ അവൾ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രില്യൻ്റ് അവൾ തന്നെ സജസ്റ്റ് ചെയ്ത്, ഞങ്ങളത് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. കാരണം ബ്രില്യൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതുള്ള കാരണം അത് ആദ്യമേ തന്നെ കൂടുതലും പറഞ്ഞായിരുന്നു. അവൾ നോക്കട്ടെ,
ഞാനിന്നോട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ചൂസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഇത് ചെയ്തില്ല, പക്ഷേ ഞങ്ങൾ സജസ്റ്റ് ചെയ്തു. അത് നല്ലതായി. ക്രാഷ് കോഴ്സ് കയറിയതിന് ശേഷം, ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ അവൾ മാറിയിട്ടില്ല. അതിപ്പം അമ്മയെന്ന് പറഞ്ഞാലും അവളെ കൂടുതലും പഠിക്കാൻ വേണ്ടിയിട്ട് അന്നേരം കംപ്ലീറ്റ് ടൈം ഫ്രീ ആക്കി. ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാലും ജനുവരിയിൽ ഓൺലൈനിൽ കയറിയെങ്കിലും അത് ഒത്തിരി മോഡൽ എക്സാം അവള് ചെയ്യാതിരുന്നാൽ പോലും ഞങ്ങൾ പുഷ് ചെയ്യുമായിരുന്നു. എഴുതണം. അതെന്ന് വെച്ചാൽ അതൊരു എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഫോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു ഓരോ വീക്കിലും നമുക്ക് തന്നെ ഒന്ന് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എക്സാം എഴുതിയാലേ പറ്റത്തുള്ളൂ. ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ, അല്ലെ പഠിക്കണോ വേണ്ടയോ, നമ്മൾ പഠിച്ചത് ശരിയാണോ, ഇതൊക്കെ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എക്സാം എഴുതണം. അപ്പോൾ അവളൊരെണ്ണം ഓക്കെ ഞാൻ ചെയ്യുന്നില്ല ഇന്ന് ഫ്രീ വിടുകയാണെന്ന് പറഞ്ഞാലും ഞങ്ങളത് കമ്പൽസറി ആയിട്ട് പറയുമായിരുന്നു. എക്സാം എഴുതാം. പഠിക്കുകയോ പഠിക്കാതിരിക്കുക എന്നുള്ളതല്ല, എക്സാം എഴുതണം. എക്സാം എഴുതി കഴിഞ്ഞാലേ നമ്മളൊന്ന് വാല്യുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് കമ്പൽസറി ആയിട്ട് ചെയ്യിക്കുക. പിന്നെ കൂടുതൽ സമയവും പഠിക്കാൻ വേണ്ടി മാത്രം. ഞങ്ങൾക്ക് വേറെ കുട്ടികളുണ്ട്, 4 പിള്ളേരാണ്. അവരുടെ ഡിസ്റ്റർബൻസ് ഒക്കെ മാറ്റിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു സമയം തിരഞ്ഞെടുത്ത് ചൂസ് ചെയ്ത് കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ കഴിവതും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ അവൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. അതാണ് മെയിൻ കാര്യം. കാരണം ഇതൊരു സീരിയസ് ആയിട്ട് എടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ബ്രില്യൻറ്റിൽ പഠിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾക്ക് കിട്ടണമെന്നില്ല. ബ്രില്യൻറ്റിൽ അത്രയും അല്ല എങ്കിൽ മാത്രമേ ഉള്ളൂ. നമുക്കുള്ള കോച്ചിങ് അവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അത് ആ പ്രോപ്പർ രീതിയിൽ നമ്മളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പറ്റൂ. ഹാർഡ് വർക്ക് ചെയ്യാതെ നമ്മൾ ഒരുപക്ഷെ ഹാർഡ് വർക്ക് ചെയ്യാതെ ഉള്ള ബ്രില്യൻ്റ് ആ കോഴ്സ് സില്ലി ആയിട്ട് കാണുകയായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വിജയം കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. അതിനിപ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയാണ് സഹായിച്ചത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണെന്ന് പറഞ്ഞാലും വൈകുന്നേരം ഇരുന്ന് പഠിക്കുന്ന ഒരു ശീലമില്ലായിരുന്നു. അപ്പോൾ രാവിലെ വിളിച്ച് കേൾപ്പിക്കുകയും അമ്മ കൂടെ ഇരുത്തുകയും പഠിപ്പിക്കുകയും അപ്പം മറ്റു കുട്ടികളുടെ ശല്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ കിട്ടി. കഴിഞ്ഞ വർഷം ഇതേ സമയം ഒരു 5 മാസം നീറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പം അമ്മയാണ് ഏറ്റവും കൂടുതൽ മെന്റൽ സപ്പോർട്ട് നൽകിയതെന്ന് മോളും പറയുകയുണ്ടായി, ഇപ്പൊ സാറും പറയുകയുണ്ടായി. അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെയായിരുന്നു മോൾക്ക് ഇപ്പൊ നമുക്ക് പഠിക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ഒരു 5 മാസം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ ചിലപ്പോൾ ചിന്തിക്കും കുറച്ച് സ്ട്രെസ്സൊക്കെ വരുന്നൊരു സമയമായിരിക്കണം. അപ്പൊ ആ ഒരു സമയത്ത് പേരൻസിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അമ്മ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി എല്ലായിടും ഒന്ന് നോക്കിയൊക്കെ വരാൻ പറയും. അപ്പം നേച്ചർ ആക്ച്വലി നിന്റെ ഈ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യും എന്ന് പറയും. അപ്പം കുറച്ചു നേരം പോയി മുറ്റത്തൊക്കെ ഉള്ള പുല്ലോ എന്തെങ്കിലുമൊക്കെ പറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ ആ സ്ട്രെസ് മാനേജ് ചെയ്തല്ലേ? അതെ, അത് അവള് നന്നായിട്ട് മാനേജ് ചെയ്തു എന്നുള്ളതാണ്. അവൾക്ക് കിട്ടുന്ന സ്ട്രെസ് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ക്രാഷ് കോഴ്സിന് അവൾ ശരിക്കും സ്ട്രെസ്ഫുൾ ആയിരുന്നു. എന്താ വെച്ചാൽ അത്രയും ചാപ്റ്റേഴ്സ് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടെന്ന് പറയുന്ന പോലെ അങ്ങ് എടുത്ത് തീർക്കുമ്പോൾ ഒത്തിരി ഇതുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ അവൾ അങ്ങനെ ചെയ്യും. പിന്നെ അവൾ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഒഴിവാക്കി, ഫോണെ മാറ്റി വെച്ചു. ഫോൺ അവൾ തൊട്ടിട്ടില്ല. അതൊരു കാര്യം യൂസ് ചെയ്യുന്ന ആളായിരുന്നു. ഈ റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ഒഴിവാക്കി. പിന്നെ അവൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു. അതിന്റെ ഒരു ഫലം പ്ലസ് 2 കഴിഞ്ഞപ്പോൾ തന്നെ ഒരു MBBS സീറ്റ് കരസ്ഥമാക്കാൻ സാധിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആദ്യമായിട്ട് നീറ്റ് എക്സാം എഴുതുന്നു. ആദ്യ നീറ്റ് എക്സാം ഇച്ചിരി കഠിനമായിരുന്നെങ്കിലും അതിൽ നല്ലൊരു സ്കോറും റാങ്കും ഒക്കെ കരസ്ഥമാക്കി ഇപ്പൊ MBBS സീറ്റ് കിട്ടി. അമ്മയും പപ്പയ്ക്ക് ഒരുപാട് ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ബ്രില്യന്റിനോട് എന്താണ് പറയാനുള്ളത്? ബ്രില്യന്റിനോട് പറയാനുള്ളത് വളരെ നല്ല കോച്ചിങ് ആണ്. അവരൊത്തിരി നന്നായി പിള്ളേരെ ഓരോരുത്തരെയും അവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. അബിയയെ ആണെങ്കിലും ആ ഒരു വരുന്ന ടീച്ചേഴ്സിനെല്ലാം തന്നെ നന്നായിട്ട് അറിയാമായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണെങ്കിലും വേറൊരു ടീച്ചർ പറഞ്ഞു, ആ ടീച്ചറുടെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ അബിയയെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അവിടെ എനിക്കിപ്പം തോന്നിയത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലായിട്ട് ഇത്രയും സ്പീഡായിട്ടാണ് അവർ ക്ലാസ് എടുക്കുന്നതെങ്കിൽ പോലും ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വലായിട്ട് അറിയാം. അവിടെ പേരൊന്നും ഇത് ചെയ്യുന്നില്ല എങ്കിൽ പോലും അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര നല്ല ഒരു കോച്ചിങ് ആണ്. വേറൊരാൾക്ക് സജസ്റ്റ് ചെയ്യാനാണെങ്കിലും ഞാൻ ബ്രില്യന്റ് തന്നെ സജസ്റ്റ് ചെയ്യും. ടീച്ചേഴ്സ് കുട്ടികളോട് കൂടെ തന്നെ അവരെ കൂടുതലായിട്ട് പഠിത്തത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവരെ കൂടുതൽ അറിഞ്ഞാണ് പഠിപ്പിക്കുന്നത്. അല്ല ജസ്റ്റ് ഒന്ന് പഠിച്ചു വിടുക എന്നുള്ളതല്ല. അവർ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്കത് എന്തുമാത്രം മനസ്സിലാകുന്നുണ്ട്. അപ്പം പഴയ ഈ ഗുരുകുല വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള അതിന്റെ ഒരു മോഡേൺ സ്റ്റൈൽ, ഒരു ശിഷ്യബന്ധം മാത്രം ഇതാണ്. അപ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. കാരണം കുട്ടികളുടെ സ്ട്രെസ് റിലീഫ് ആകാനായിട്ടും അല്ലെങ്കിൽ അവരെ
ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ അവർക്കില്ല. പക്ഷെ ഒരു ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവരറിയാതെ അവരെ ഇതിലേക്ക് നയിക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് ഓവറോൾ അവർ ഹാർഡ് വർക്ക് ചെയ്യണം, അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഹാർഡ് വർക്ക് ചെയ്യണം. അവർ കുടം കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല. അത് അതിനകത്ത് തന്നെ വീഴിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമ്മളും കൂടെ അതിന് ആ ഒരു ഇതിൽ ബ്രില്യൻ്റ് വളരെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അത് ഇപ്പം നമുക്ക് അങ്ങനെ പറയാം, നമ്മൾ കോച്ചിങ്ങിന് പോയതുകൊണ്ട് മാത്രമാണ്, ഈ ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രമാണ് ഈ ഒരു അച്ചീവ്മെന്റ് നേടാൻ പറ്റിയത്. അത് 100% പിന്നെ സത്യം തന്നെയാണ്. അതിലെ പിന്നെ ഓക്കെ എന്തുമാത്രം ഹാർഡ് വർക്ക് കുട്ടി ചെയ്തെന്ന് പറഞ്ഞാലും അപ്പം ഞങ്ങൾ അതിനകത്ത് അത് പേരൻസ് എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി ബ്രില്യൻസ് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് അതിന്റെ വലിയ കാര്യം, ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രില്യൻസ്. സാർ, അതുപോലെ തന്നെ അബിയ വളരെ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമിന്റെ തലേ ദിവസമൊക്കെ അബിയനെ കണ്ട ആളുകളാണല്ലോ നിങ്ങൾ രണ്ടുപേരും. മോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ എക്സാം ഹാളിൽ നിന്ന് തിരികെ വരുമ്പോൾ അബിയുടെ ഒരു ബാനേഴ്സും ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, എക്സാം എന്ന് പറയുന്നത് ഞാൻ കൊച്ചിലെ മുതലേ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതലേ ഞങ്ങൾ കൊച്ചിലെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എക്സാമിന്റെ തലേ ദിവസം ആ പുസ്തകം എടുത്ത് പാത്തു. അതെന്തുകൊണ്ടാണ്? അല്ല, എക്സാമിന്റെ തലേ ദിവസം പഠിക്കണ്ട, അവർ കുറച്ചുകൂടെ മൈൻഡ് കൂൾ ആക്കി വെക്കുക, പഠിച്ചതൊക്കെ ഓർത്തെടുക്കുക. പുസ്തകം ഇല്ലാതെ അവർ പ്രിപ്പയർ ചെയ്യാന്നുള്ള ആ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യം. കാരണം എക്സാം എന്ന് പറയുന്നത് ശരിയാണ്, നമ്മൾ പരീക്ഷ തന്നെയാണ്, പക്ഷേ നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മൾ ആ സ്കൂളിൽ പോകുന്ന സമയത്ത് അത് കവർ ചെയ്തു പോകണം. എക്സാമിന്റെ തലേ ദിവസം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇരുന്ന് പഠിച്ചിട്ട് അവിടെ ചെന്നിരുന്ന് മൊത്തം കൺഫ്യൂസ് ആയിട്ട് കാര്യമില്ല. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അറിയാം, അഭിയയ്ക്ക് അറിയുകയും ചെയ്യാം. ഈവൻ ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണെന്ന് പറഞ്ഞാലും എക്സാമിന്റെ തലേ ദിവസം ഞങ്ങൾ പോയിരുന്ന് പഠിക്കാനാണ്. പക്ഷെ അന്ന് വരെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ നിർബന്ധിക്കുമ്പോൾ എക്സാമിന്റെ തലേ ദിവസം അത് നിർബന്ധിക്കാറില്ലായിരുന്നു. കൂളായിട്ട് എക്സാമിന്റെ തലേ ദിവസം പറഞ്ഞു പോയി എഴുതു, നീ ഇത്രയും നമ്മൾ പഠിച്ചില്ലേ, ഇനിയിപ്പോ ഈ ഒരു 10 മണിക്കൂർ കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആ പഠിച്ചത് ഒന്ന് റിവേഴ്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കിട്ടും, ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കിട്ടും. പഠിച്ചിട്ടുമുണ്ട്, അത് ഓർത്തെടുക്കാനായിട്ട് ദൈവാനുഗ്രഹം വേണം. അപ്പോൾ അതുകൊണ്ട് കിട്ടും. അതുകൊണ്ട് അതിന് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു ചാൻസ് ഉണ്ടല്ലോ. അതെ, റിപ്പീറ്റ് ചെയ്യാനുള്ള തന്നെ ഓപ്ഷൻ ഉണ്ടല്ലോ. അതെ, അബ്ദുൽ കലാം പറഞ്ഞ പോലെ നോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അതെ, അതെ. ആ ഒരു എക്സാം ഹാൾ ആംബിയൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് വിഷമത്തോടുകൂടിയൊക്കെ ഇറങ്ങി വന്ന ഒരു എക്സാം ആയിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മോൾ എക്സ്പീരിയൻസ് ചെയ്തൊരു എക്സാം ഹാൾ എങ്ങനെയായിരുന്നു എന്നുള്ളതെന്ന് പറയാം. എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസിനെ ഒക്കെ ചെയ്തിരുന്നതും കൂടെ മോളിൽ കൂടെ പറയണം. എക്സാം ഹാളിൽ ഞാൻ നേരത്തെ ചെന്നിരുന്നു, ഒന്ന് മൈൻഡ് കൂളാക്കി, ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ നാപ്പ് എടുത്തു, എന്നിട്ട് എഴുന്നേറ്റു. കറക്റ്റ് ടൈമിൽ ടീച്ചേഴ്സൊക്കെ വന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ വൈകി. എനിക്ക് തോന്നുന്നു കുറേ പിള്ളേർക്ക് അങ്ങനെ പ്രശ്നം വന്നായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ വൈകി, അത് പൊട്ടിക്കാൻ വൈകി. അങ്ങനെ OMR ഫില്ല് ചെയ്യുന്നത് ആ 2 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് റോൾ നമ്പർ ഫില്ല് ചെയ്യാൻ തന്നത്. ഓൾറെഡി എക്സാം ഹാളിൽ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു അപ്പോൾ അല്ലേ? ഓക്കെ, അതിനൊക്കെ അതിജീവിച്ചാണ് ഈ സ്കോറിലേക്ക് വന്നത്. പറഞ്ഞോ. അതിന്റെ ഇടയ്ക്ക് അവര് ഫോട്ടോ എടുക്കാൻ വന്നു, തമ്പ് ഇംപ്രഷൻ എടുക്കാൻ വന്നു. പക്ഷെ അതൊന്നും മൈൻഡ് ആക്കിയില്ല. അതൊക്കെ ആ വഴി അങ്ങനെ നടക്കുന്ന അറിയാമായിരുന്നു. നേരത്തെ ബ്രില്യന്റിലെ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഡിയോയിലൊക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് നമ്മൾ അത്ര സീരിയസ് ആക്കി എടുത്തില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ആദ്യമേ ഞാൻ ബയോളജിയാണ് ചെയ്തത്. ബയോളജി ശരിക്കും പറഞ്ഞാൽ എനിക്ക് മോഡൽ എക്സാമിന് ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു മിനിമം ഒരു 8 എണ്ണമെങ്കിലും ബയോളജിക്ക് തന്നെ തെറ്റുമായിരുന്നു. പക്ഷേ എനിക്ക് ശരിക്കും നീറ്റിൽ വന്നപ്പം 3-4 എണ്ണേ എനിക്ക് തെറ്റിയുള്ളൂ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. മോഡൽക്ക് തെറ്റ് പറ്റിയ ക്വസ്റ്റ്യൻസിനെ മോള് പിന്നീട് ചെയ്ത് പഠിച്ചില്ലേ? അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ എക്സാം ഹാളിൽ മോൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയത്. ഓക്കെ, അതെ. ബയോളജി കുറെ ടൈം കൺസ്യൂമിങ് ആയിരുന്നു, എന്നാലും ബയോളജിയാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് അറിയാവുന്നത്. സോ അതിന് ടൈം കൊടുത്തു. കാരണം അതുകൊണ്ട് അത് ചെയ്തു തീർത്തു. കെമിസ്ട്രിയിലോട്ട് വന്നു. കെമിസ്ട്രിയും അത്യാവശ്യം കുഴപ്പത്തിലാന്ന് മനസ്സിലായി. പിന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മാർക്ക് ചെയ്തു പോന്നു. ഫിസിക്സിൽ വന്നപ്പോഴത്തേക്കും ഒന്നും മനസ്സിലായില്ല. കുറേ ഡയഗ്രാംസും വലിയ വലിയ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരുന്നു. അറിയാവുന്ന 2-3 എണ്ണം ചെയ്ത് മാർക്ക് ചെയ്തു. 2-3 എണ്ണം അത്യാവശ്യം ഒരു 75% അറിയാവുന്നതൊക്കെ അങ്ങ് മാർക്ക് ചെയ്തു വിട്ടു. അത് കഴിഞ്ഞ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. കുഴപ്പമില്ലായിരുന്നു. കിട്ടുമോ കിട്ടില്ല എന്നുള്ളതല്ലായിരുന്നു. ആ എക്സാം കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ പുറത്തിറങ്ങി. ഞാൻ ഈ 5 മാസമേ ബ്രില്യന്റിന്റെ ക്രാഷ് കോഴ്സ് ചെയ്തിട്ടുള്ളൂ. അപ്പം ബ്രില്യന്റിന്റെ മോഡൽ എക്സാംസ് എഴുതുമ്പോൾ കറക്റ്റ് ടൈമിലാണ് അവർ
പേപ്പർ തരുന്നതും പേപ്പർ മേടിക്കുന്നതും അവിടെ നമുക്ക് ഒരു ടൈം ഡിലേയും വരുന്നില്ല. പക്ഷേ ശരിക്കത്തെ നീറ്റ് എക്സാം ഹാളിൽ അങ്ങനെയല്ല വന്നിരുന്നത്. നമുക്ക് OMR ഷീറ്റ് തരാൻ വൈകിയായിരുന്നു. അപ്പം 10 മിനിറ്റ് മുമ്പേ നമുക്ക് OMR ഷീറ്റ് തരണം. പക്ഷെ അവർ 2 മണിയാകുമ്പം തരാമെന്നും പറഞ്ഞുകൊണ്ടാണ് അവരിരുന്നത്. അപ്പം ഞാനിരുന്ന ക്ലാസ് റൂമിൽ തന്നെ വേറൊരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചു പറഞ്ഞു അങ്ങനെയല്ല, പ്രോസ്പെക്ടസിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഒരു 3 മിനിറ്റ് മുമ്പേ അവർ OMR ഷീറ്റ് തന്നു. എന്നാലും അവിടെ 2 മണി കഴിഞ്ഞിട്ടാണ് ഈ OMR ഫില്ലായി വന്നത്. പക്ഷെ എന്നാലും ഒരു 3 മിനിറ്റ് എങ്കിലും അവർ അതിന് മുമ്പേ അവർ തന്നു. അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുവാണെങ്കിൽ നിങ്ങളത് പറയണം. അതായത് ഇങ്ങനെ പ്രോസ്പെക്ടസിലുണ്ട്, നേരത്തെ OMR തരണം, റോൾ നമ്പേഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഉള്ള സമയം ഉപയോഗിക്കണം എന്ന് അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്റേഴ്സിനോട് നമ്മൾ പറയണം. ഇനിയിപ്പം സമയം ലോസ് ആയാലും ഇനി ഇടയ്ക്ക് ചിലപ്പോൾ ഫോട്ടോ എടുക്കാൻ വരും, സൈൻ ചെയ്യിപ്പിക്കാൻ വരും, തമ്പ് ഇംപ്രഷൻ എടുപ്പിക്കാൻ വരും. പക്ഷെ അങ്ങനെയൊക്കെ വന്നാലും സ്റ്റിൽ നമ്മൾ ആ ടൈം നമ്മൾ കണക്ക് കൂട്ടി നമ്മൾ അത്രയും പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കാനായിട്ടുള്ള ആ ഒരു മെന്റാലിറ്റിയും കൂടെ നമുക്ക് ഉണ്ടാവണം. അപ്പോൾ മോളെ നീറ്റ് 2026 വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരോട് മോൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം മോളെ സംബന്ധിച്ചിടത്തോളം മോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ്. കഷ്ടപ്പെട്ട് നേടിയ വിജയമാണ് മോളുടെ നീറ്റ് 2025 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് മോളെ ഒന്ന് സംസാരിക്കും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും കിട്ടും, അതിലൊരു ഡൗട്ടും വേണ്ട. ഇനി അടുത്ത എക്സാം എങ്ങനെയായിരിക്കും, പാടായിരിക്കുമോ, ഈസി ആയിരിക്കുമോ, റാങ്ക് കിട്ടുമോ, അങ്ങനെയൊന്നും അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് എന്തായാലും കിട്ടും എന്ന ആ ഒരു കോൺഫിഡൻസോടെ നമ്മൾ പോവുക. എന്ത് വന്നാലും പുറകോട്ടില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. കൂളായിട്ട് പോയി എക്സാം എഴുതുക. പിന്നെ പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ടീച്ചേഴ്സിൻ്റെ ഒക്കെ അനുഗ്രഹം ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് പോയി പ്രിപ്പയർ ചെയ്ത് നന്നായിട്ട് പോയി പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ് എവരിവൺ. അപ്പോൾ അബിയ ഇത് പറയാൻ വളരെ ആപ്റ്റായിട്ടുള്ള ഒരാളാണ്. കാരണം അബിയെ സംബന്ധിച്ചിടത്തോളം അബിയ +1 +2 പഠിച്ചതൊരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച് അവിടെ നിന്നും നല്ലൊരു സ്കോർ കരസ്ഥമാക്കണം, അതായത് നീറ്റ് 2025 നല്ലൊരു സ്കോർ കരസ്ഥമാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ബ്രില്യൻറ്റിലേക്ക് എത്തുന്നു. ബ്രില്യൻറ്റിൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നു. ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു 5 മാസത്തെ കോഴ്സാണ് അല്ലേ. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഒരു ചോദ്യമുണ്ട്, നീറ്റ് നേടാൻ പറ്റുമോ? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അബിയ. അവിടെയും കഴിയുന്നില്ല. അബിയ പിന്നീട് എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നു. യഥാർത്ഥ നീറ്റ് എക്സാം ഹാളിൽ അബിയ്ക്കൊരു 10 മിനിറ്റ് നഷ്ടമാകുന്നു. എങ്കിൽ കൂടിയും അബിയ്ക്കൊരൊറ്റ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചതൊക്കെ ഒരു തെറ്റും കൂടാതെ ഞാൻ ഈ ഉത്തരക്കടലാസിൽ രേഖപ്പെടുത്തും. അപ്പോൾ OMRൽ കൃത്യമായിട്ട് അബിയ പഠിച്ചതെല്ലാം മാർക്ക് ചെയ്തു. ഇപ്പോൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം നീറ്റ് 2026 എങ്ങനെയാകുമെന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. നീറ്റ് ഹാർഡായിരിക്കുമോ, ഈസി ആയിരിക്കുമോ? ചോദ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അല്ലെങ്കിൽ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും 2026 നീറ്റിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ. Brilliant Study Center, India's #1 coaching center for NEET and JEE.